ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും അനിൽ മുഹമ്മദ് കൃത്യവും വ്യക്തവുമായി ഡാറ്റ വെച്ചുകൊണ്ട് സംസാരിച്ചാൽ അനിൽ മുഹമ്മദിനോട് പരസ്യമായി ഞാൻ മാപ്പ് പറയും. കൃത്യമായി അദ്ദേഹം അത് പറയണം. എന്നാൽ ഞാൻ പരസ്യമായി മാപ്പ് പറയും. ഒരു സംശയവും അതിൽ വേണ്ട. അനിൽ മുഹമ്മദിനെ അണ്ണാച്ചി എന്ന് വിളിച്ചപ്പോഴും അനിൽ മുഹമ്മദിനെ അണ്ണ എന്ന് വിളിച്ചപ്പോഴും പല ആളുകൾക്കും പ്രയാസം ഉണ്ടായിട്ടുണ്ടല്ലോ. അവരോടൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ അദ്ദേഹത്തോട് പരസ്യമായി മാപ്പ് പറയും. അദ്ദേഹം തെളിവുകൾ വെച്ചുകൊണ്ട് സംസാരിക്കണം. അദ്ദേഹത്തിന്റെ പതിവ് ശൈലി പോലെ ചക്കര എന്ന് പറയുമ്പോൾ കൊപ്പര എന്ന് പറയുന്ന, അരിയത്ര മാപ്പിള എന്ന് ചോദിക്കുമ്പോൾ പയരരഞ്ഞായി എന്ന് പറയുന്ന ആ ഒരു രീതിയല്ല വേണ്ടത്. ഞങ്ങൾ എന്താണോ ചോദിക്കുന്നത് ആ ചോദ്യത്തിനുള്ള മറുപടിയാണ്. ഹുസൈൻ സലഫിയുടെ വീഡിയോ കാണിച്ചിട്ട് സംഘടനയെ കുറിച്ചാണ് പറഞ്ഞത്. ഞങ്ങൾ എന്താണോ ചോദിക്കുന്നത് ആ ചോദ്യത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന വ്യക്തി മറുപടി പറയണം. അതിന് അദ്ദേഹത്തെ കൊണ്ട് പറ്റുമോ ഇല്ലയോ നിങ്ങൾ നോക്കിക്കോ. അങ്ങനെ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുകയാണ് എങ്കിൽ, അദ്ദേഹം അങ്ങനെ തെളിയിക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തോട് മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ് എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. ഇനി ഇദ്ദേഹം പറയുന്ന ഒന്നാമത്തെ ആരോപണം, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന് മൊസദിന്റെ ഫണ്ട് വരുന്നുണ്ട് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അതിന് മൊസദിന്റെ ഫണ്ട് അവർക്ക് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് വിസ്ഡംകാർ ഇങ്ങനെയൊക്കെ ബഹളം വെക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. ഇദ്ദേഹത്തോട് ആരാണ് പറഞ്ഞത്? മറ്റ് ചില സംഘടനയുടെ ആളുകൾ എന്നോട് പറഞ്ഞത്. മറ്റ് ചില സംഘടനക്കാരാണ് പറഞ്ഞത് എന്നാ പറഞ്ഞത്. അദ്ദേഹം പറയണം ഏത് സംഘടനക്കാരനാണോ അദ്ദേഹത്തോട് പറഞ്ഞെടുത്തത് അവരെ അടക്കം കൊണ്ടുവന്ന് ഇയാളുടെ സ്റ്റുഡിയോയിൽ ഇരുത്തി അദ്ദേഹം അതൊന്ന് തെളിയിച്ചു തരണം. കേരളത്തിൽ അറിയപ്പെട്ട ഒരു ഇസ്ലാമിക പ്രബോധന കൂട്ടായ്മയായ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മൊസദിൽ നിന്ന് ഫണ്ട് കൈമാറിയതിന്റെ രേഖയടക്കം ആരാണോ പറഞ്ഞത്, ഏത് സംഘടനക്കാരനാണോ പറഞ്ഞത് ആ സംഘടനക്കാരനെ അടക്കം കൊണ്ടുവന്ന് ഡാറ്റ ബൈ ഡാറ്റ വെച്ചുകൊണ്ട് ഇദ്ദേഹം അത് തെളിയിക്കണം. ഒന്നാമത്തെ പോയിന്റ് അത് മനസ്സിലായല്ലോ. ഇനി ഇദ്ദേഹത്തിന് തെളിയിക്കാൻ വേണ്ടി പറ്റില്ല എങ്കിൽ ഇദ്ദേഹം ദജ്ജാലാണ്, ഖസ്സാബാണ് എന്ന് നിങ്ങളൊക്കെ അംഗീകരിക്കണം. അദ്ദേഹത്തിന് തെളിയിക്കാൻ പറ്റില്ല. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഇതൊന്നും തെളിയിക്കാൻ കഴിയില്ല എന്ന്. എനിക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഇതൊന്നും തെളിയിക്കുക. കാരണം അങ്ങനെ ആരോപണം പറഞ്ഞു പോകുക എന്നതിനപ്പുറം അദ്ദേഹത്തിന് ഒന്നും തെളിയിക്കാൻ വേണ്ടി പറ്റില്ല. ഇനി അദ്ദേഹം നടത്തിയത് ഇപ്പോ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ വീഡിയോ ആണ്. അതിൽ അദ്ദേഹം പറയുന്നത് ഹുസൈൻ സലഫിനെ വിളിച്ചുകൊണ്ടാണ്. ഹുസൈൻ സലഫി നിങ്ങൾ അറിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ഹുസൈൻ സലഫി അറിഞ്ഞോ? യുദ്ധം തീർന്നപ്പോൾ തന്നെ, തീർന്നില്ല, ഒരു സമാധാനത്തിന്റെ പരിസരം ഉണ്ടായപ്പോൾ തന്നെ സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചു. ഇദ്ദേഹം ഇവിടെ പറയുന്നത് എന്താണ്? ഹുസൈൻ സലഫി അറിഞ്ഞോ സൗദിയുടെ വിദേശകാര്യമന്ത്രി ഇറാന്റെ വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചു. എന്നിട്ട് അദ്ദേഹം കുറേ മറ്റിലെ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള എന്തെല്ലോ കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ്. ഇവിടെ ഹുസൈൻ സലഫി പറഞ്ഞത്, ഇദ്ദേഹത്തിന്റെ ഈ സംസാരത്തിന്റെ അവസാനം ഹുസൈൻ സലഫി തിരുത്തി പറഞ്ഞു തുടങ്ങണം എന്നാണ് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് വേഗം തിരിച്ച് പ്രസംഗിക്കണം, എത്രയും പെട്ടെന്ന് മറിച്ച് പ്രസംഗിച്ച് തുടങ്ങണം അദ്ദേഹം സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ഹുസൈൻ സലഫിയുടെ സംസാരത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പലതവണയായി നമ്മൾ കണ്ടതുകൊണ്ട് ഞാൻ അതൊന്നും കാണിക്കുന്നില്ല, വീഡിയോ ലെങ്ത് കൂടണ്ടായിരുന്നതുകൊണ്ട്. ഹുസൈൻ സലഫി പറഞ്ഞ വിഷയത്തിന് എതിരായിക്കൊണ്ട് ഈ പറയുന്ന ഫോൺ സംഭാഷണത്തിൽ എന്തെങ്കിലും പറഞ്ഞത്, ഹുസൈൻ സലഫി പറഞ്ഞത് പൂർണ്ണമായും തെറ്റാണ് എന്ന രീതിയിൽ ഈ പറയുന്ന വിദേശകാര്യ മന്ത്രിമാർ തമ്മിൽ നടത്തിയ സംസാരം കൊണ്ട് നിങ്ങൾക്ക് അതൊന്ന് തെളിയിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് തെളിയിക്കണം. ഹുസൈൻ സലഫി പറഞ്ഞത് എന്താണ്? ഇറാനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, ഇസ്രായേലിനെയും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, രണ്ടിനെയും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഹുസൈൻ സലഫി ഇത് പറയാൻ കാരണം എന്താണ്? സാഹചര്യങ്ങൾ മനസ്സിലാക്കിയൊക്കെ സംസാരിക്കണം എന്നൊക്കെയാണല്ലോ ഇവരുടെയൊക്കെ വാദം. ആരുടെ? ഈ ജനാപത്തുകാരുടെയും അതേപോലെ തന്നെ ഈ ഇഖ്വാനികളുടെയും ഈ പറയുന്ന ഈ അനിലണ്ണന്റെയും ഒക്കെ വാദം അതാണല്ലോ. എന്താണ്? സമയവും സന്ദർഭവും നോക്കി പറയണമെന്ന്. ഈ സമയവും സന്ദർഭവും ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? ഹുസൈൻ സലഫിയെ പോലെയുള്ള, മുനീർ ഷറഫിയെ പോലെയുള്ള പല പണ്ഡിതന്മാർക്കും ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത് ആര്? ഈ പറയുന്ന ആളുകൾ തന്നെയാണ്. ഒന്നെന്താണ് പറഞ്ഞത്? നമ്മൾ പലതവണ കാണിച്ചതാണ് അനിൽ മുഹമ്മദിന്റെ സംസാരത്തിൽ. എന്താണ്? കാംനയെ ഷഹീദ് എന്ന പദവി സ്വർഗത്തിലാണ് എന്ന് പറയുന്നു, ഖുർആനിലെ ആയത്തുകൾ ഓതുന്നു, ഈ രീതിയിലൊക്കെ പറഞ്ഞു. പോരാഞ്ഞിട്ട് പല ആളുകളും പറഞ്ഞു ഈ പറയുന്ന ഇറാൻ മുസ്ലിങ്ങളുടെ, ലോക മുസ്ലിങ്ങളുടെ നേതാക്കന്മാരാണ് എന്ന്, ഇവരൊക്കെ മുസ്ലിങ്ങളുടെ അഭിമാനമാണ് എന്ന്, ഈ രീതിയിലൊക്കെ അമിത പ്രശംസ നടത്തുന്നത് കണ്ടപ്പോഴാണ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറഞ്ഞത് അതിര് കവിയരുത്. ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ മാനസികമായി നമുക്കൊക്കെ ഇറാനോട് തന്നെയാണ് സപ്പോർട്ടുണ്ട്. കാരണം ഇറാന്റെ മേൽ പോയി അക്രമം നടത്തി എന്ന രീതി, ഒരുപാട് കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നു എന്ന രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇറാനോട് തന്നെയാണ് ചായ്വുണ്ടാകുക. പക്ഷെ അമിത പ്രശംസ നടത്തി ഇവരൊക്കെ വലിയ സപ്പോർട്ടൊക്കെ നടത്തി ഇവരെ വലിയ സംഭവമായി കൊണ്ടു നടക്കുന്നത് അത് തെറ്റാണ്. കാരണമുണ്ട് അതിനൊക്കെ. അങ്ങനെ പറയാൻ കാരണമുണ്ട്. ഈ ഷിയാക്കളുടെ അഖീദ തന്നെയാണ് ഒന്നാമത്തെ പ്രശ്നം. പിന്നെ ഷിയാക്കളുടെ അജണ്ടയാണ് രണ്ടാമത്തെ പ്രശ്നം. അവർ ഈ കാലമത്രയും ആഗ്രഹിച്ച് കാത്തു നിൽക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അതൊക്കെ കൃത്യമായി അവരുടെ നേതാക്കന്മാർ എഴുതി വെച്ചതും പറഞ്ഞത് വെച്ചതുമായ ഒരുപാട് തെളിവുകളുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറഞ്ഞത് ഇവരെ നമ്മൾ അന്ധമായി അംഗീകരിക്കാൻ നമുക്ക് പറ്റില്ല, അവരെ വിശ്വസിക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ രീതിയിലും സപ്പോർട്ടുമായി നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റില്ല എന്ന്. അതുപോലെ തന്നെ ഇവരൊക്കെ ശുഹദാക്കളാണ് എന്ന രീതിയിൽ അതിര് കവിഞ്ഞ് ഇവരെയൊക്കെ പ്രശംസിച്ച് പറയുന്നത് അതൊക്കെ ഗുരുതരമായ തെറ്റാണ്. കാരണം എന്താണ്? ഇവരുടെ നിലപാടും ഇവരുടെ വിശ്വാസവും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. ഇവരുടെ ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കുന്ന വീഡിയോകൾ നമ്മൾ കണ്ടതാണ്. അവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ കണ്ടതാണ്. ആയിഷ ബീവിയെ കുറിച്ച് അവർ പാടിയും ആഘോഷിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. കേക്ക് മുറിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ പല രീതിയിലുള്ള പല സംസാരങ്ങളും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ പറയാൻ വേണ്ടി കാരണം. അല്ലെങ്കിൽ നമ്മുടെ ഹുസൈൻ സലഫി പറഞ്ഞതുപോലെ വന്ന് മക്കയും മദീനയും എല്ലാം പിടിച്ചെടുത്ത്
നമ്മളെ ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞ ആ സംഗതി ഉണ്ടല്ലോ, ആ സംഗതി ഒന്നും അവർ ഭയപ്പെടുന്നില്ല. ഇവിടെ ഇറാനെ ആക്രമിക്കണമെന്നും ഇറാന് വേണ്ടി ആയുധമെടുക്കണമെന്നും ഒക്കെ ഈ പറയുന്ന GCC രാജ്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ആരാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ആരെങ്കിലും പറഞ്ഞോ? ഹുസൈൻ സലഫി പറഞ്ഞോ? മുനീർ ഷറഫി പറഞ്ഞോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞോ? ഇല്ലെങ്കിൽ ഏതെങ്കിലും സലഫി പണ്ഡിതന്മാർ പറഞ്ഞോ? ഇവരൊക്കെ ഇങ്ങനെ തീരുമാനിച്ച് ഇങ്ങനെ കീഞ്ഞതാണ് എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. തിരിച്ചു പ്രസംഗിക്കാൻ വേണ്ടി നിങ്ങളെ പോലെയുള്ള ആളുകൾ ജനങ്ങളെ കബളിപ്പിക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് ഹുസൈൻ സലഫിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഇറങ്ങി സംസാരിച്ചത്. നിങ്ങളെ പോലെയുള്ള ആളുകൾ സാറയെ കാണിച്ച് സൂറയെ കെട്ടിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നിങ്ങൾ നടത്തുന്നത്. ഞങ്ങളൊക്കെ ഇസ്രായേലിന് സപ്പോർട്ടാണ്, ഞങ്ങളൊക്കെ അമേരിക്കക്ക് സപ്പോർട്ടാണ്, ഞങ്ങളൊക്കെ സയനിസ്റ്റിന് സപ്പോർട്ടാണ്, മൊസദിന്റെ ഒക്കെ പണം പറ്റുന്നവരാണ് എന്ന രീതിയിൽ ആടിനെ പട്ടിയാക്കാനുള്ള ശ്രമം, താങ്കളൊക്കെ പറഞ്ഞു വെച്ച വിഡ്ഢിത്തങ്ങൾ നിങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പുകമറ സൃഷ്ടിച്ച് ജനങ്ങളെ കബളിപ്പിച്ച് ഞങ്ങളൊക്കെ പറയുന്നത് മാത്രമാണ് ശരി, മറ്റുള്ളവർ പറയുന്നതൊക്കെ തെറ്റാണ് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം അതാണ് നിങ്ങൾ നടത്തുന്നത്. നിങ്ങൾ ശരിക്കും സത്യത്തിൽ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ പെട്ടിട്ടുണ്ട് എന്ന്, അത് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ കാംനയെ അങ്ങനെ വിളിക്കാൻ പാടില്ല എന്നതിലാണ് അവർക്ക് നിർബന്ധ ബുദ്ധിയുള്ളത്. അതാണ് ഷറഫിയുൽ ഷക്കിയത്തുൽ മുനീറുൽ മുറക്കിയ എന്ന് അദ്ദേഹം പറഞ്ഞത്. അതിലാണ് ഞാൻ പരാജയപ്പെട്ട് കിടക്കുന്നത്. ഇദ്ദേഹം മുനീർ ഷറഫിയുടെ പേര് പറഞ്ഞത് കണ്ടില്ലേ? അതുപോലെ തന്നെ ഹുസൈൻ സലഫിയെ പറയുമ്പോഴും ഇദ്ദേഹത്തിന് പരിഹാസവും പുച്ഛവും ധിക്കാരവും അഹങ്കാരവും ഒക്കെയാണ് ഇദ്ദേഹത്തിന്റെ മുഖഭാവത്തിലൂടെ നമ്മളൊക്കെ കണ്ടത്. ഇദ്ദേഹം വലിയ എന്തൊക്കെയാണ് എന്നുള്ള അഹന്തയിലാണ് ഈ സംസാരങ്ങളൊക്കെ നടത്തുന്നത്. ഇദ്ദേഹത്തിന് മാന്യമായി പറഞ്ഞൂടെ മുനീർ ഷറഫി പറഞ്ഞു എന്ന്? എന്നാൽ ഇദ്ദേഹത്തിന്റെ മുഹിബ്ബീങ്ങളായ കുറെ ആളുകൾ ഉണ്ടല്ലോ, ഇദ്ദേഹം വലിയ സംഭവമാണ്, ഇദ്ദേഹം ഷെയ്ഖുസ്സമാനാണ് എന്ന രീതിയിലൊക്കെ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ടല്ലോ, അവരാരെങ്കിലും ഇന്നേ വരെ ഇദ്ദേഹത്തോട് പറഞ്ഞോ? അവരൊക്കെ കിതാബ് ഓതി പഠിച്ച പണ്ഡിതന്മാരാണ്, അവർക്ക് കുറച്ചൊക്കെ ബഹുമാനം കാണിക്കുന്ന ആരെങ്കിലും പറഞ്ഞോ? അനിൽ മുഹമ്മദിനെ ഞാൻ അണ്ണ എന്ന് വിളിക്കും. വല്ലാത്ത പ്രയാസമാണ് പല ആളുകൾ, അവർക്കാർക്കും ഈ പറയുന്ന ആളുകളെ ഇദ്ദേഹം പറയുമ്പോൾ ഒരു പ്രയാസവും ഇല്ല. ഇദ്ദേഹത്തിന് എന്താ പ്രത്യേക സംവരണമുണ്ടോ? ഇങ്ങനെ പണ്ഡിതന്മാർക്ക് നേരെയൊക്കെ എന്തും പറയാമെന്നുള്ള? ഇദ്ദേഹത്തിന്റെ വീഡിയോകളൊക്കെ പരിശോധിച്ച് ഇദ്ദേഹം വെറുതെ കാടും മൂടും പറയുക, എന്നിട്ട് അതൊക്കെ തന്നെയാണ് ശരി. ഹുസൈൻ സലഫി പറഞ്ഞത് തെറ്റാണ് എങ്കിൽ അത് തെളിയിക്കൂ. ഹുസൈൻ സലഫി പറഞ്ഞത് തെറ്റാണ് എങ്കിൽ ഇദ്ദേഹത്തെ കൊണ്ട് അത് തെളിയിപ്പിക്കൂ, തെളിവുകൾ വെച്ചുകൊണ്ട് തെളിയിപ്പിക്കൂ. മുനീർ ഷറഫി പറഞ്ഞത് തെറ്റാണ് എങ്കിൽ തെളിയിക്കാൻ വേണ്ടി പറ. ഈ പറയുന്ന വിഷയത്തിൽ ഹുസൈൻ സലഫിയും മുനീർ ഷറഫിയും ഒക്കെ പറഞ്ഞതാണല്ലോ ഇദ്ദേഹത്തിന് ഇത്രയും വലിയ പ്രയാസം ഉണ്ടാക്കിയത്. അത് ആരോപണമാണ്, ഷിയാക്കളുടെ പേരിൽ പറഞ്ഞത് ആരോപണമാണ്, അഹ്ലുസുന്നയുടെ അതേ കൂട്ടത്തിൽ പെടുന്നവരാണ് എന്നൊക്കെ തെളിയിക്കാൻ വേണ്ടി പറ ഈ അനിൽ അണ്ണനോട്. അവരൊക്കെ അഹ്ലുസുന്നയുടെ വൃത്തത്തിൽ വരുന്നവരാണ് എന്ന്, അവരുടെ അഖീദ പിഴച്ചതല്ല എന്ന്, അവർ പറയുന്നതൊക്കെ ശരിയാണ് എന്ന്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആയിഷ ബീവിയും ഇവരൊക്കെ നരകത്തിലാണ് എന്ന് പറയാൻ വേണ്ടി പറ നിങ്ങളുടെ അനിലണ്ണനോട്. അവരൊക്കെ നരകത്തിലാണെന്ന് ഷിയാക്കൾ പറയുന്നത് ശരിയാണെന്ന് പറയാൻ വേണ്ടി പറ. അത് പറയാൻ വേണ്ടി പറ. നിങ്ങൾ വെറുതെ എന്റെ മെക്കിട്ട് കയറിയിട്ട് കാര്യമില്ല. അനിലണ്ണനോട് പറയാം, നിങ്ങൾ വലിയ നേതാവാണല്ലോ, അദ്ദേഹത്തോട് അത് പറയാൻ വേണ്ടി പറ. അതുപോലെ തന്നെ അവരുടെ കാംനയെ എഴുതി വെച്ചതുമായി ബന്ധപ്പെട്ട് മുനീർ ഷറഫി പറഞ്ഞല്ലോ, അത് പൂർണ്ണമായും അനിൽ മുഹമ്മദിന്റെ അനുയായികളും അംഗീകരിക്കുന്നു എന്ന് പറ. അതൊക്കെ അഹ്ലുസുന്ന അംഗീകരിക്കുന്ന വിഷയമാണ് എന്ന് പറയാൻ വേണ്ടി പറ അനിൽ മുഹമ്മദിനോട്. നമ്മൾ പറഞ്ഞത് അതാണല്ലോ, അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നതാണ്, അഹ്ലുസുന്ന അംഗീകരിക്കുന്നതാണ് എന്ന് തെളിവുകൾ വെച്ചുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി പറ. അതാണ് നമുക്ക് കാണേണ്ടത്. അതല്ലാതെ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇവിടെ നിലവിൽ എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നു, എന്തൊക്കെ ചർച്ചകൾ നടക്കുന്നു എന്നതൊന്നും നമ്മുടെ വിഷയമല്ലല്ലോ. നമ്മൾ പറഞ്ഞത് എന്താണ്? അവരുടെ അഖീദയുമായി ബന്ധപ്പെട്ട്, അവരുടെ അജണ്ടയുമായി ബന്ധപ്പെട്ട്. അതൊക്കെ തെറ്റാണെങ്കിൽ അതാണ് നമുക്ക് അറിയേണ്ടത്. ഈ അനിൽ മുഹമ്മദ് പെട്ടപ്പോൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞത് ഞാൻ പെട്ടു എന്ന്, ആ പെട്ട സമയത്ത് അദ്ദേഹം സൗദിയിലെ ഒരു പണ്ഡിതന്റെ സംസാരം കാണിച്ചുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. താൻ ഈ ദജ്ജാലിന്റെ പണിയാണ് ഇദ്ദേഹം എടുക്കുന്നത്. ആഖിർ സമാനിൽ ചില ദജ്ജാലുകൾ വരുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞല്ലോ, യഖൂനു ഫി ആഖിർ സമാനി ദജ്ജാലൂന കസ്സാബൂന എന്ന് പറഞ്ഞ് ആ ദജ്ജാലിന്റെ പണിയാണ് അനിൽ മുഹമ്മദ് എടുക്കുന്നത്. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ മദീനയിൽ ഇമാമായി ചാർജ് എടുത്ത ഇമാം ഷെയ്ഖ് സാലിഹ് അൽ മിഗാമസി എന്ന് പറയുന്ന മദീനയിലെ ഇമാമിന്റെ ഒരു സംഭാഷണം കേട്ടത്. ഈ മറ്റേ ഭ്രാന്തൻ എന്നോട് ചോദിക്കുന്നുണ്ട്, അറബ് അറിയാമോ, അറബ് കേട്ടിട്ടുണ്ടോ, സൗദി പറയുന്ന കേട്ടിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞു. ദേണ്ടേ, ഇതാണ് ആ സ്ഥിതി. يؤمنون بالله ربا وبمحمد صلى الله عليه وسلم نبيا وبالإسلام دينا إذا صلوا إلى الكعبة يؤمنون بالكعبة قبلة وبالقرآن كتابا وبالقيامة موعدا وبالجنة ثوابا للطائعين وبالنار ثوابا للكافرين ويضحون. فهؤلاء أولى وأحرى أن لا يكون بينهم اقتتال وأن لا يكون بينهم سفك دماء وأن يرى كل منهم ويجتهد في الحق فيجنح إليه تعبدا إلى الله. والشيعة والإسماعيلية والإباضية كل هؤلاء يؤمنون بالله ربا
وبمحمد صلى الله عليه وسلم نبيا. ഇത് മദീനയിലെ ഇമാം, ഞാൻ നേരത്തെ പറഞ്ഞ ഷെയ്ഖ് സാലിഹ് അൽ മഖാമിസി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമാണ്. അദ്ദേഹം പറയുന്നത് എന്താ അറിയോ? സുന്നികൾ, ഷിഈ വിശ്വാസക്കാർ, പിന്നെ അതുകൂടാതെ ഇസ്മായിലിയാക്കൾ എന്ന് പറഞ്ഞാൽ ഈ ഷിഈ വിഭാഗത്തിലെ ഒരു വിഭാഗമാണെന്നാണ് പറയുന്നത്, നമ്മൾ ഈ അഖാഖാൻ എന്നൊക്കെ പറയുന്നത് പോലെ. പിന്നെ അബാലിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ഒമാനിലെ കാണുന്ന ഒരു സവിശേഷമായ വിഭാഗത്തിൽ വരുന്ന, ഒമാനിലൊക്കെ കാണാറുള്ള വിഭാഗമാണ്. ഇവരെല്ലാവരും അള്ളാഹു റബ്ബാണെന്നും പ്രവാചകൻ ആണ് അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെന്നും കഅബയെ കിബിലയായി അംഗീകരിക്കുന്നവരും ഖുർആനിൻ്റെയും പരലോകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ വിശ്വാസം പുലർത്തുന്ന, ചേർന്ന് പോകേണ്ട ധാരകളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അഹ്ലുസുന്നയുടെ വൃത്തത്തിലേക്ക് ഇങ്ങനെ അനിൽ മുഹമ്മദ് ഇങ്ങനെ അവരെയൊക്കെ കൊണ്ടുവന്ന്, ഷിയാക്കളെയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുകയാണ്. പറഞ്ഞത് മദീനയിലെ പണ്ഡിതൻ, അതേ മദീനയിലെ പണ്ഡിതൻ തന്നെ ഇനി പറയുന്നത് നിങ്ങൾ കേട്ടു. عادت مسألة دولية لم يعد حظ السنة فيها هو الحظ الأكبر، وإنما سيتقاسم الشيعة الحظ في الحرمين مثل الحظ في مثل حظ أهل السنة، فيصبح ينادى في الحرمين بلعن أبي بكر وعمر والبراءة منهما وأنهما الجبت والطاغوت، وهذا لا يمكن أن يقبله مسلم. إذن المملكة العربية السعودية اليوم بحماها للحرمين وعدم تمكينها من الوصول من إيران. എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഹൂത്തികളെ പോലെയുള്ള ഗ്രൂപ്പുകളെ ഇറക്കി വിട്ട് അവിടെ അക്രമങ്ങളും അതുപോലെ തന്നെ യുദ്ധങ്ങളും ഒക്കെ നടത്തി ഹറമിന്റെയൊക്കെ അധികാരം പിടിച്ചെടുക്കണമെന്നാണ്. അതുപോലെ തന്നെ ഹറമുകളുടെ മിമ്പറുകളിൽ വെച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും ശപിക്കണമെന്നും വിഗ്രഹങ്ങളായി പരിചയപ്പെടുത്തണം, ജിത്തും താഊത്തും ഒക്കെ ആയി പരിചയപ്പെടുത്തണമെന്നും അതുപോലെ തന്നെ അവർക്കെതിരെ ശാപപ്രാർത്ഥന നടത്തണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. يكاد بعضهم ينزل آل بيت رسول الله صلى الله عليه وسلم منزلة الله جل وعلا، يقول قائلهم إنا لله وإنا إليه راجعون هي مثل إنا للحسين وإنا إليه راجعون. إذن إيران تستغل المذهب الشيعي جعل مطية حتى ما يبث. അദ്ദേഹം പിന്നെ തുടർന്ന് പറയുന്ന ഷിയാക്കളുടെ വാദമായിക്കൊണ്ട് എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുടുംബത്തെ അള്ളാഹുവിലേക്ക് ഉയർത്തുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നെടുക്കെ ഇന്നാ ലിൽ ഹുസൈൻ വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാക്കുകയാണ്. അതായത് ഞങ്ങൾ ഹുസൈനിലേക്ക് മടങ്ങുന്നു എന്ന രീതിയിലേക്ക്. ഇതൊക്കെ നമ്മുടെ ഈ അനിൽ മുഹമ്മദ് അംഗീകരിക്കുന്നതാണോ? എങ്കിലൊന്ന് പറയണം. അനിൽ മുഹമ്മദിന്റെ ആളുകൾ അംഗീകരിക്കുന്നതാണോ? എങ്കിലൊന്നൊക്കെ പറയണം. നമുക്കിതൊക്കെ അറിയണം. നിങ്ങളുടെ വാദം അങ്ങനെ തന്നെയാണ്. ഹുസൈൻ സലഫിയൊക്കെ പറയുന്നത് തെറ്റാണല്ലോ, മുനീർ ഷറഫിയൊക്കെ പറഞ്ഞത് തെറ്റാണല്ലോ, ഈ പറയുന്ന ഷിയാക്കളാണല്ലോ ശരി, അനിൽ മുഹമ്മദ് പറഞ്ഞതാണല്ലോ ശരി, എങ്കിൽ നിങ്ങൾ അതൊന്ന് പറയണം. ഈ പറയുന്നതൊക്കെ ശരിയാണ്, ഇങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ഖുർആൻ നമ്മളോട് പറഞ്ഞല്ലോ, എന്താണ് മുസീബത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയും, അള്ളാഹുലേക്ക് ഞങ്ങൾ മടങ്ങുന്നു എന്ന് പറയുന്നു എന്ന് പറഞ്ഞല്ലോ. ആ പറഞ്ഞതല്ല ശരി. ശരി ഏതാണ്? ഹുസൈനിലേക്ക് മടങ്ങുന്നു എന്നതാണ് ശരിയെന്ന് നിങ്ങൾ പറ. ഈ പറയുന്ന നിങ്ങളുടെ ഷെയ്ഖുസ്സമാൻ അനിൽ മുഹമ്മദിനോട് നിങ്ങൾ പറയാൻ വേണ്ടി പറ. എന്നോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. അനിൽ മുഹമ്മദ് പറഞ്ഞത് അതിര് കവിച്ചലാണ്. പണ്ഡിതന്മാരുടെ മെക്കിട്ട് കയറിയിട്ടും കാര്യമില്ല. പണ്ഡിതന്മാരെ കളിയാക്കിയത് കൊണ്ടോ പണ്ഡിതന്മാരെ ജൂതചാരന്മാരാണെന്ന് പറഞ്ഞതിനെ കൊണ്ടോ കാര്യമില്ല. പണ്ഡിതന്മാർ പറഞ്ഞതിനെ നേർക്ക് നേരെ ഗണ്ണിക്കാനുള്ള ചങ്കൂറ്റം അനിൽ മുഹമ്മദിനോ അനിൽ മുഹമ്മദിന്റെ വാലാട്ടികൾക്കോ ഉണ്ട് എങ്കിൽ അതാണ് നമുക്ക് കാണേണ്ടത്. അതല്ലാതെ എന്തെങ്കിലും പറഞ്ഞു പോകുകയല്ല വേണ്ടത്. നിങ്ങൾ അനിൽ മുഹമ്മദിനെ എടുത്ത് തലമ വെച്ച് നടന്നു, അതിനും ഞങ്ങൾക്ക് പ്രയാസമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ നേർക്ക് നേരെ സംസാരിക്കാൻ അനിൽ മുഹമ്മദിനോട് നിങ്ങൾ പറയണം. അതല്ലാതെ വളഞ്ഞു തിരിഞ്ഞ് മൂക്കുപിടിക്കുകയല്ല വേണ്ടത്. അതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി തുടർന്ന് അദ്ദേഹം പറയുന്നത് കൂടി കേൾക്കാം. أن إيران تتعمد تهديد المملكة العربية السعودية. أي نعم، بعض مما ذكرناه، ونحن نحتاج الآن يعني إلى ذكر قرائن تثبت أنهم لا يريدون بالمسلمين خيرا. فقد تسلطوا على العراق بعد سقوط حكم صدام. صحيح أن الذين يحكمون في العراق خاصة بعد سقوطه في الواجهة هم عرب عراقيون، لكن القرار إنما يصدر من طهران، ولا يمكن يعني نفي هذا خاصة في الحكومات الأول مثل حكومة المالكي وغيره. وقد لقي أهل السنة في العراق أشد العذاب من الشيعة من فيلق القدس ومن غيره من الألوية والميليشيات التي تتبع العراق وتتبع إيران.
وهؤلاء أضروا بالمسلمين كثيرا. എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഇവിടെ ഷിയാക്കൾ മുസ്ലിങ്ങൾക്ക് അഹ്ലുസുന്നക്ക് ഒരു ഉപകാരവും ഉദ്ദേശിക്കുന്നില്ല. മാത്രവുമല്ല, ഇറാഖിലെ അഹ്ലുസുന്നയുടെ മക്കളെ ക്രൂരമായി പീഡിപ്പിച്ചവരാണ്. നിരവധി അഹ്ലുസുന്നയുടെ മക്കളെ കൊന്നവരാണ്. മാത്രവുമല്ല, അവിടെ നിന്ന് അഹ്ലുസുന്നയെ പൂർണ്ണമായും നീക്കം ചെയ്ത് ഇബാദത്ത് നടത്തി അവിടെ ഷിയാക്കളുടെ പതാക സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഉദ്ദേശിക്കുന്നവരാണ് ഇവർ എന്നാണ്. ഇവരെയാണ് വലിയ ഹോജരാജാക്കന്മാരായി, മുസ്ലിങ്ങളുടെ നേതാക്കന്മാരായി അനിൽ മുഹമ്മദിനെ പോലെയുള്ള ആളുകൾ വാഴ്ത്തപ്പെടുന്നത്. ഇവരൊക്കെ അഹ്ലുസുന്നയുടെ ആളുകളായിട്ടാണ് ഇവരൊക്കെ വരവ് വെക്കുന്നത്. ഇത്തരത്തിലുള്ള ചരിത്രബോധമില്ലാത്ത, കൃത്യമായി ധാരണയില്ലാത്ത, പ്രമാണവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, തന്റെ തൊള്ളയിൽ തോന്നുന്നൊക്കെ സോഷ്യൽ മീഡിയ വഴി ഛർദ്ദിക്കുന്ന അനിൽ മുഹമ്മദിനെ പോലെയുള്ള ആളുകൾക്കെതിരെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ സംസാരിക്കാനുള്ള കാരണം ഇതാണ്. നമ്മൾ അതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, കാര്യങ്ങൾ വ്യക്തമായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. സൗദിയിലും ഈ പറയുന്ന ബഹ്റൈനിലും മറ്റു പല രാജ്യങ്ങളിലും ഇവർക്ക് പള്ളികളുണ്ട്. ഷിയാക്കൾക്ക് അവരുടെ മതപഠനത്തിനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. മതപണ്ഡിതന്മാരുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ ക്രമമായി നടന്നു പോകുന്നുണ്ട്. എങ്കിൽ ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കട്ടെ, ഈ ടെഹ്റാനിൽ ഷിയാക്കളുടെ മെയിൻ കേന്ദ്രങ്ങളിൽ അഹ്ലുസുന്നക്ക് പള്ളിയുണ്ടോ? നിങ്ങളൊന്നും പറഞ്ഞു തരണം. അതുപോലെ തന്നെ അനിൽ മുഹമ്മദിനോട് മറ്റൊന്ന് ചോദിക്കാനുള്ളത്, എന്തിനാണ് ഇവർ വേറെ പള്ളി എടുക്കുന്നത്? ഇവർക്ക് ഈ സുന്നികളൊക്കെ നിസ്കരിക്കുന്ന പള്ളിയിൽ തന്നെ നിസ്കരിച്ചാൽ പോരെ? എന്തിനാണ് അവർ വേറെ പള്ളി എടുക്കുന്നത്? നിങ്ങളിവിടെ ഫിത്ന വിസ്റ്റം ഒരു പള്ളി എടുക്കുമ്പോൾ നിങ്ങൾ ഫിത്ന ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞ് തുള്ളുന്നുണ്ടല്ലോ. എങ്കിൽ ഞാൻ ചോദിക്കുന്നു, ഷിയാക്കൾ എന്തിനാണ് വേറെ പള്ളി എടുക്കുന്നത്? നിങ്ങളൊന്ന് അവരുമായി ഒന്ന് സംസാരിക്ക്, അവരൊക്കെ ഒന്ന് വിളിക്ക്. എന്നിട്ട് ഷിയാക്കൾ നമ്മുടെ നേതാക്കന്മാരാണ്, നിങ്ങളുടെ എല്ലാവിധ സ്നേഹവും ഞങ്ങൾക്കുണ്ട്, നിങ്ങൾ പറയുന്നതൊക്കെ 100% ശരിയാണ്, നിങ്ങൾ പറയുന്ന അക്കീദ ഞങ്ങൾ അംഗീകരിക്കുന്നു, നിങ്ങൾ പറയുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു, നിങ്ങൾ തന്നെയാണ് നമ്മുടെ നേതാക്കന്മാർ, നിങ്ങൾ തന്നെയാണ് ലോക മുസ്ലിങ്ങളുടെ നേതാക്കന്മാർ എന്നൊക്കെ പറഞ്ഞ് പറ. എന്തിനാണ് നിങ്ങൾ വേറെ പള്ളി എടുക്കുന്നത്? എന്തിനാ വെറുതെ ആളുകൾക്കിടയിൽ ഒസ്വാസും ഫിത്നയും ഒക്കെ ഉണ്ടാക്കുന്നത്? എല്ലാവർക്കും ഒന്നിച്ചങ്ങ് നിസ്കരിച്ചാൽ പോരെ? എന്നിട്ട് ഷിയ നേതാവിനെ നിങ്ങൾ തുടർന്ന് നിസ്കരിക്കുക, ഇമാമൊക്കെ ആക്കിക്കോ. അനിൽ മുഹമ്മദിന്റെ ബന്ധപ്പെട്ട പള്ളികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നേതാവൊക്കെ ആക്കി, അല്ലെങ്കിൽ അവിടുത്തെ ഇമാമൊക്കെ ആക്കി ഈ പറയുന്ന ഷിയ നേതാക്കന്മാരെ, ഇവരുടെ ഇമാമുമാരെ, ഖത്തീബന്മാരെ, അതുപോലെ തന്നെ ഇവരുടെ പണ്ഡിതന്മാരൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ കൊണ്ടുവരിക, അതിന്റെ ക്ലാസ് എടുപ്പിക്കുക, ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുക. നല്ല ഐക്യത്തിലൂടെ, സൗഹാർദ്ദത്തിലൂടെ അനിൽ മുഹമ്മദിന്റെ അനുയായികളും ഒക്കെ ഇങ്ങനെ മുമ്പോട്ട് പോവുക. അതുകൊണ്ട് അനിൽ മുഹമ്മദിന്റെ അനുയായികളും ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ട് എങ്കിൽ ഒന്ന് പറ. ഞങ്ങൾക്ക് അതൊക്കെ ഒന്ന് അറിയണം. വെറുതെ ഞങ്ങളുടെ മെക്കിട്ട് കയറിയിട്ട് ഞങ്ങൾ ഇസ്രായേലിനോട് സപ്പോർട്ടാണ്, അമേരിക്കയോട് സപ്പോർട്ടാണ്, ജൂതന്മാരുടെ ചാരന്മാരാണ്, അതുപോലെ തന്നെ മൊസാദിൽ നിന്ന് ഫണ്ട് പറ്റുന്നവരാണ് എന്ന രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിച്ച് ആളായ്മത്തരം നടത്തുന്നതിനപ്പുറം നിങ്ങൾക്ക് ഞങ്ങൾ ചോദിക്കുന്നതിന്, ഞങ്ങൾ പറയുന്നതിന് ഖണ്ഡനമുണ്ട് എങ്കിൽ അത് പറ. അതാണ് ഞങ്ങൾക്ക് കാണേണ്ടത്. അതല്ലാതെ താങ്കളുടെ തൊള്ളപടായിയല്ല ഞങ്ങൾക്ക് കാണേണ്ടത്. ഞങ്ങൾ എന്താണോ പറയുന്നത് അതിനെ അഡ്രസ് ചെയ്തുകൊണ്ട് സംസാരിക്കാതെ മറ്റെന്തെങ്കിലും പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് തെറ്റാണ്, നിങ്ങൾ പറയുന്നതൊന്നും ശരിയല്ല, ഞങ്ങൾ പറയുന്നതാണ് ശരി, അനിൽ മുഹമ്മദ് പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞ് ആശ്വാസം കണ്ടെത്തുന്നവരോടൊക്കെ പറയാനുള്ളത് ഇത് തന്നെയാണ്. അതുകൊണ്ട് സെലഫികളായ ആളുകളോട് പറയാനുള്ളത്, ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളുടെ വീഡിയോക്ക് ചുവടെ പോയി കമന്റ് ഇട്ട് നിങ്ങളുടെ സമയം നിങ്ങൾ കളയരുത്. ഒരിക്കലും നിങ്ങൾ ചോദിക്കുന്നതിനൊന്നും അദ്ദേഹം മറുപടി പറയില്ല. അതൊന്നും അദ്ദേഹത്തിന് അറിയത്തില്ല. ഞാൻ ഈ പറഞ്ഞത് തെറ്റാണ് എന്നാണ് എങ്കിൽ, അദ്ദേഹത്തിന് കൃത്യമായ ധാരണയും വ്യക്തമായ ബോധ്യമുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് എന്നാണ് എങ്കിൽ, അദ്ദേഹം ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയട്ടെ. ഞങ്ങളുടെ പണ്ഡിതന്മാർ പറഞ്ഞതിനെ കൃത്യമായി തെളിവുകൾ സഹിതം ഖണ്ഡനം നടത്തട്ടെ. അതല്ലാതെ വെറുതെ ആരോപണം ഉന്നയിക്കല്ല വേണ്ടത്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.